CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. വീണ ജോർജിന്റെ രാജി ടൈപ്പിംഗിലാണോ? വിജയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് മിക്കവാറും അത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? ഹാർഡ് കോർ പിണറായി ഭക്തയായ വീണ ജോർജിനെ പിണറായി വിജയൻ കൈവിടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ. കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതല്ല പിണറായി വിജയൻ. ചേർക്കാൻ പാടില്ലാത്തവരെ കൂടെ നിർത്തും. അതായത് കളങ്കിത വ്യക്തിത്വമായിട്ടുള്ള എത്രയോ പേര് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ഇപ്പൊ ലാസ്റ്റ് DGP ആയിരിക്കുന്നത് കൂത്തുപറമ്പില് 5 പേരെ വെടിവെച്ച് കൊന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റവാഡ ചന്ദ്രശേഖരൻ. അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ എന്താ ജൂനിയർ അതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യം കൊണ്ടുവരുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഒരു അതുകൊണ്ടുള്ള ഒരു ട്രോളാണ്. നിർഭാഗ്യമൊന്നുമല്ല, നമ്മളിത് കാണുമ്പോൾ നമുക്ക് നിർഭാഗ്യമായിട്ട് തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ ശുക്രൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ശുക്രനാണ്. എന്താ അല്ല, അദ്ദേഹത്തിന് ഞാൻ പറയാം നിർഭാഗ്യം നമുക്ക് കൊണ്ടുവരുന്ന ഒരാളെന്നാണ് ആ അർത്ഥത്തിൽ നമുക്ക് അദ്ദേഹം മാൻഡ്രാക്കായിരിക്കും. പക്ഷെ ബാക്കി അദ്ദേഹത്തിന് മാൻഡ്രാക്കല്ല, പാർട്ടിക്കും മാൻഡ്രാക്കല്ല. പാർട്ടിക്ക് മാൻഡ്രേക്ക് ആണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം ആ ഒരു രീതിയിൽ, അതായത് ആരെങ്കിലും കണ്ടാൽ അവർക്ക് പിന്നെ അവരുടെ കാര്യം പോക്കാണെന്നുള്ള അർത്ഥത്തിലാണ് മാൻഡ്രേക്ക്. നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം. മാൻഡ്രാക്കിനെ നമുക്ക് പതുക്കെ എടുത്ത് ഷെൽഫിൽ വയ്ക്കാം. അപ്പൊ ഇപ്പൊ എന്തായാലും ചേട്ടൻ പറയുന്നത് അതെ, ഷെൽഫിൽ ഇപ്പം AK സെന്ററിൽ ഷെൽഫിൽ അദ്ദേഹം വരും. അപ്പൊ എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഗൗരവമായിട്ട് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണാനുള്ള ഒരു സ്റ്റണ്ടാണ്. അത് മനസ്സിലായ നമ്മൾ കേരള ജനത കാണാനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് കൂടുന്നത്. ഇവർ സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവാണ്. ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെയുള്ള ഭയങ്കര പ്രാഗൽഭ്യമുള്ളവരാണ് ഇപ്പൊ സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉള്ളത്. അപ്പൊ നമ്മളെ ഒന്ന് കണ്ണിൽ പൊടിയിടണം. അല്ലയോ നാട്ടുകാരെ, ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൂടിയപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇന്നതാണ്. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ അവർ രാജിവെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നിപ്പോ ഇത് കൂടുമ്പോൾ എന്തായിരിക്കും അറിയോ പറയണേ? വിജയ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറയും, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ 1-2 പോയിന്റ് ഉണ്ട്. എങ്ങനെ 2013 കുഴപ്പം പറ്റിയിരുന്നതാണ്. നമ്മളോട് അപ്പം സംസാരിച്ച മാഡം പറഞ്ഞ് ഒരു സത്യാവസ്ഥയുണ്ട്. 2016 മുതൽ ഈ കെട്ടിടത്തിൽ കയറരുത് എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് വീണ ജോർജ് തന്നെ എടുത്ത് വെളിയിട്ടു. അതിനെ സാധൂകരിച്ചാണ് വാസവൻ പറഞ്ഞു. ഇത് വീണ ജോർജിനെ കോർണർ ചെയ്യുമ്പോൾ വാസവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാര്യം വീണ ജോർജ് ഇപ്പൊ പത്തനംതിട്ട ഘടകവുമായി ഉടക്കി നിൽക്കുക. മനസ്സിലായ? പത്തനംതിട്ട ഘടകത്തിന് വീണ ജോർജിനെ ഇഷ്ടമല്ല. അതിന്റെ കാരണം പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയുടെ മുൻകാല നേതാവ്, ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. അദ്ദേഹത്തിന് സംസ്ഥാന സമിതിയിൽ എടുക്കാതെ ഇവര് സംസ്ഥാന സമിതിയിൽ എടുത്തു. പിന്നെ നവീൻ ബാബു എന്ന കണ്ണൂരിലെ ജീവനക്കാരൻ ADM, അദ്ദേഹത്തിന്റെ വീട് പത്തനംതിട്ടയിലാണ്. അദ്ദേഹത്തിന്റെ മരണം, ഉദയഭാനു എന്ന പാർട്ടിയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഇവർക്കെതിരാണ്. ഇതെല്ലാം വിജയ് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളിതെല്ലാം കുറച്ചാളുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇത് വെറും ഒരു നാടകമാണ്. ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് വെറും ഒരു നാടകമാണ്. വീണ ജോർജിനെ രക്ഷപ്പെടുത്താനുള്ള പിണറായി വിജയന്റെ ഒരു തന്ത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചോദിക്കേണ്ടി വരും. ഇതിപ്പോ അവരുടെ പാർട്ടിയുടെ പ്രശ്നം, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രശ്നം, സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇവിടെ ഒരു മന്ത്രി ശശീന്ദ്രൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടല്ലോ. ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയുടെ വനം വകുപ്പിൽ അദ്ദേഹത്തിന് എത്ര, ഇപ്പൊ ഞാനും വിജയ് നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു കടുവ കണ്ട നമ്മളെ ചാടി വീണ, നമ്മളെ വീടൊക്കെ തിരുവനന്തപുരത്ത്, എന്റെ വീട് ഒരു പഴയ വയൽ ഏരിയയിലാണ്. അവിടെ ഇപ്പോഴും ഒരു പഴയ ഒരു ഗ്രാമപ്രദേശം പോലെയാണ് എന്റെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലം. അവിടെ ഇപ്പൊ നമ്മളൊരു കടുവയെ കണ്ട ചാടി വീണ എനിക്ക് എന്ത് പ്രതിരോധമുണ്ട് പറ? മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഒരു ആ പ്രദേശം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അങ്ങനെ ഭയങ്കര വികസനമൊന്നും ഉണ്ടായിട്ടില്ല. പോട്ടെ, നഗരാതിർത്തിയിൽ ഇങ്ങനെ ഒരു വന്യമൃഗ ആക്രമണം ഉണ്ടായി, ഇതിനൊന്നും ഒരു മറുപടിയില്ലേ? ഈ മന്ത്രി എന്ത് ഈ മന്ത്രിസഭയിലെ ആളല്ലേ? ഇനി തീരാൻ 8 മാസമുണ്ട്. ഇനി എത്ര പേരെ വന്യമൃഗങ്ങൾ പിടിക്കും മനുഷ്യൻ? നമുക്കറിയാം. നമ്മുടെ ജീവനും സ്വത്തിനൊന്നും ഒരു വിലയില്ല. സ്വത്ത് പോട്ട്, ജീവന് വിലയില്ല. അല്ല, ഞാൻ പറയുന്ന തെറ്റോ ശരി? ഇത് CPM-ന്റെ മന്ത്രിയെയാണ് ഇവരിപ്പോൾ ക്രൂശിക്കാൻ പോണത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് വീണ ജോർജിനെ ഞങ്ങൾ രാജിവെപ്പിക്കാൻ പോകുന്നു. സംസ്ഥാന സമിതിയിൽ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 20 പേരുണ്ടെന്ന് വെച്ചോ, 15 പേര് പറഞ്ഞു എന്നൊരു നാടകം ഉണ്ടാക്കും. നാളത്തെ പത്രത്തിൽ റിപ്പോർട്ട് അതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ R ശ്രീജിത്ത് വന്നു നിന്നുകൊണ്ട് 24-ൽ പറയും. അല്ലെങ്കിൽ VV അരുൺ, നമ്മളെ കണ്ണമൂലുള്ള VV അരുൺ ന്യൂസ് 18-ൽ വന്നെന്ന് പറയും.
ഇവർ രണ്ടുപേരും വന്നിട്ട് പറയും, അത് അവന്റെ രണ്ടുപേരും ചാനലിൽ വന്നിട്ട് പറയും 15 പേർ എതിർത്തിരുന്നു, പിണറായി വിജയന് മറുപടി ഉണ്ടായില്ല. ഒടുവിൽ പിണറായി വിജയൻ പറഞ്ഞു ഇനി 8 മാസമേ ഉള്ളൂ, അതുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നു. ഇതൊരു നാടകമായിരിക്കും. ഇത് വിജയുടെ കണ്ണിൽ പൊടിയിടാൻ, പിന്നെ നമ്മുടെ കണ്ണിൽ, നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ കണ്ണിലെല്ലാം പൊടിയിടാൻ. ഇതിന്റെയൊക്കെ ആ ഒരു അന്തർധാര പരിശോധിക്കുമ്പോൾ പറയുന്നത് എന്തായിരിക്കും? യാക്കോബായ സഭ അവിടുത്തെ, അല്ലെങ്കിൽ ആ സഭയുടെ വോട്ട് പത്തനംതിട്ട ഭരണം തീരാറായപ്പോ കിട്ടേണ്ട വോട്ട് പോകും, അല്ലേ? അതുകൊണ്ട് എന്തിനാണ് പാർട്ടി ഇത് കളയണം? കാര്യം നമുക്കറിയാം CPM-നെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഇപ്പൊ എടുക്കുന്നത് 15 കൊല്ലോ 30 കൊല്ലോ കഴിയുമ്പോഴത്തേക്ക് അത് തെറ്റായിരുന്നു. 15 വേണ്ട, 10 കൊല്ലം മതി. അപ്പോഴത്തേക്കും അത് തെറ്റായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ട് അടുത്ത ഭരണം പോയി കഴിയുമ്പോൾ ഇതേപോലെ സംസ്ഥാന സമിതി കൂടുമ്പോൾ റിപ്പോർട്ട് വരും, ആശാ വർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാർ കണ്ട രീതി തെറ്റായിരുന്നു. എഴുതി വെച്ചോ, വേണമെങ്കിൽ ഇപ്പോഴേ എഴുതി വെച്ചോ. ഒരു അവലോകന യോഗത്തിൽ ഇതേപോലെ ഒരു മിനിറ്റ്സിൽ വരുന്ന വാചകം ഇതായിരിക്കും, പാർട്ടി കമ്മിറ്റി കൂടി എടുത്തു. അല്ല, സമരങ്ങൾ ഇപ്പോ ഇവർക്കെതിരെ വരുന്ന എല്ലാ സമരങ്ങളും ഇവരെ അതിനെ ആക്ഷേപിക്കാറും പരിഹസിക്കാറും ഉണ്ട്. ഇപ്പൊ പൊമ്പിള ഒരുമയുടെ ഒരു സമരം ഉണ്ടായിരുന്നല്ലോ, അന്ന് MM മണി പറഞ്ഞത് എന്താണ്? അവരെ പറ്റി വളരെ മോശമായിട്ട് ആ സ്ത്രീകളെ മ്ലേച്ഛമായ രീതിയിൽ ഒരു അമ്മയും പെണ്ണുള്ള ഒരു മനുഷ്യനാണ്. അത് സ്ത്രീകളോട്, വീട്ടിൽ സ്ത്രീകളുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ സ്ത്രീകളോട് ബഹുമാനമുള്ള ഒരു മനുഷ്യരും അത് പറയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രസ്താവനയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇവർക്ക് ഇപ്പൊ അതുപോലെ തന്നെ ആശാ വർക്കറിനെ വെട്ടുകിളി സമരം എന്നൊക്കെ ഒരു ഇളവരം കരീം എന്താ പറഞ്ഞത്? PP ചിത്തരഞ്ജന പറഞ്ഞ അങ്ങനെയല്ലേ? ഇളവരം കരീം പറഞ്ഞ ബക്കറ്റ് പാർട്ടി, ബക്കറ്റ് പിരിവ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന സംസ്ഥാന സമിതിയിലെ നേതാക്കൾ കയറി പോകുന്ന രംഗമൊക്കെ പിന്നെ നമ്മൾ വാർത്തയിലൊക്കെ കാണാറുണ്ടല്ലോ, AK സെന്ററിലോട്ട് കയറി പോകുന്ന രംഗമൊക്കെ ഇപ്പൊ ഉരുട്ടിയിട്ടിട്ട് വരാന്ന് പറഞ്ഞാൽ പത്രക്കാരൊക്കെ കൊണ്ട് കൈ കാണിച്ചിട്ട് ചെന്നിട്ട് എന്ത് ഉരുട്ടിയിട്ടിട്ട് വരും, അല്ലേ? ഇതിപ്പോ എന്റെയും നിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിന്റെ മുന്നില് നമ്മളെ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബോധം കെട്ട് കിടക്കണ വീണ ജോർജ് കമ്മിറ്റി പങ്കെടുക്കാൻ പറ്റും? ഇല്ല. വേണമെങ്കിൽ ആരെങ്കിലും ഫോണൊക്കെ എടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ നടക്കുന്നത് മൊത്തം. ഈ ബോധം കെട്ട് കിടക്കുമ്പോ മീഡിയയെ കാണണ്ടല്ലോ. ബോധം കെട്ട് കിടക്കുമ്പോ മീഡിയയെ കാണണ്ടല്ലോ. മീഡിയ വരുമ്പോ ബോധം കെട്ട് കിടക്കുകയാണ്, ഉത്തരം ഒന്നും പറയണ്ട, അതിന് എളുപ്പമുള്ളൊരു മാർഗം പറയണ്ടല്ലോ, അല്ലേ? വേണമെങ്കിൽ പൊട്ടം കളിയാല്ലേ? അതായത് ഈ കോവിഡിന്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, എല്ലാ വൈകുന്നേരം 6 മണിക്ക്. അത് ഒരു നമ്മുടെ ഒരു എന്താ പറയാ, ഒരു കാത്തിരിക്കുവായിരുന്നു. അല്ല, കേരളത്തില് പണ്ട് ശക്തിമാൻ കാണാൻ കുട്ടികൾ കാത്തിരിക്കുന്ന പോലെ എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. അപ്പൊ പക്ഷെ അത് കോവിഡില് രൂക്ഷമായ വിമർശനങ്ങൾ പിന്നീട് വന്നു. അതായത് കണക്കുകൾ മറച്ചു വെക്കുന്നതും അങ്ങനെ പിന്നീട് ഗോൾഡ് സ്കാം ഉണ്ടായിരുന്നു. അതെല്ലാം ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ സമയത്തായിരുന്നു, നമ്മുടെ സ്വപ്ന. അപ്പൊ ആ സമയത്തൊക്കെ ഇദ്ദേഹം പ്രസ് മീറ്റ് പാടെ അവഗണിച്ചു. ആരെയും കാണണ്ട. അന്ന് എന്നിട്ട് ഒരു പഠിച്ച് പറയിപ്പിച്ച ഒരു കുറച്ച് സ്റ്റേറ്റ്മെന്റുമായിട്ട് പിന്നീട് വന്നു. അപ്പൊ അതുപോലെ പഠിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, നല്ലപോലെ പഠിച്ച് പറയിപ്പിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ആര് വരും? ഉടനെ തന്നെ എം വി ഗോവിന്ദൻ വരും. എം വി ഗോവിന്ദനെ പഠിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എം വി ഗോവിന്ദന് പഠിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന അനുഭവ സമ്പത്തുണ്ട് അദ്ദേഹത്തിന്, ഇങ്ങനെ ഈ ഇത് അടിക്കുക എന്നുള്ളത്, ഏത് താളത്തിന് അടിക്കുക എന്നുള്ളത്. പക്ഷെ വീണ ജോർജിന് അത് പരിചയമില്ലാത്തൊരു കാര്യമാണ്. വീണ ജോർജ് ഇപ്പൊ അത് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുക. അടുത്ത എന്ത് പറയണം? ഇപ്പൊ ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ അവർ പഠിച്ചോണ്ടിരിക്കുക അടുത്ത് എന്ത് പറയണം എന്നുള്ളത്. അത് ഉടനെ തന്നെ മീഡിയയിൽ കാണും, ഈ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം ഛർദ്ദിക്കും. അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഇനിയിപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാൻ പോണതേ ഉള്ളൂ. ഗോവിന്ദൻ ഇപ്പോഴേ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്താണ് പത്രക്കാരുടെ അടുത്ത് പറയേണ്ടത്. അതായത് മെഡിക്കൽ കോളേജ് ഇത്ര വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ന കെട്ടിടമാണ്, അത് ഞങ്ങൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നതല്ല, അതിലൊന്നും സംഭവിച്ചില്ല. മന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഒരു സ്ഥിര ആക്ഷൻ ഉണ്ട് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ ചോദ്യങ്ങളില്ല, ഇനി നമുക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനും പറ്റില്ല, അവിടെ തീർന്ന്. അതെ, ഏതായാലും നമുക്ക് ഈ ഒരു നാടകം കൂടെ കഴിഞ്ഞിട്ട് എന്തായിരിക്കും റിസൾട്ട് വരുന്നത് നോക്കാം. ഏതായാലും വീണ ജോർജിനെ അങ്ങനെ അങ്ങ് കപ്പിത്താനാണ്, ആഴി ഉലയുന്ന കപ്പലാണ്, കപ്പിത്താനാണ് എന്നൊക്കെ പറഞ്ഞ വീണ ജോർജിനെ അദ്ദേഹം ഉപേക്ഷിക്കില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാം.